നീ എന്തൊക്കെ വെളിവുകേട് അവിടെ വിളിച്ചു പറഞ്ഞത്? ഛേ, ഇനി കമ്പനി ഏറ്റെടുത്ത് നടത്താൻ ജി കെ സമ്മതിച്ചാൽ എന്ത് ചെയ്യും? അതിന് അയാൾ സമ്മതിച്ചിട്ട് വേണ്ടേ? കമ്പനി ജി കെ ഏറ്റെടുത്താൽ അയാൾക്ക് നഷ്ടം വരുന്നത് ലക്ഷങ്ങളായിരിക്കും. അത് ഏറ്റവും കൂടുതൽ അറിയാവുന്നതും അയാൾക്ക് തന്നെയാണ്. അയാളായിട്ടുണ്ടാക്കിയിട്ടുള്ള എല്ലാ തൊഴിൽ കുഴപ്പങ്ങളും ഇപ്പൊ അയാളുടെ തലയിലാണ്. ഇനി എല്ലാത്തിനും പരിഹാരം അയാൾ തന്നെ കാണട്ടെ. അതൊരു നല്ല ഐഡിയ അല്ലേ? ഞങ്ങൾ ജി കെ ഒരുപാട് നിർബന്ധിച്ചു, പക്ഷെ കമ്പനി ഏറ്റെടുത്ത് നടത്താൻ അയാൾ തയ്യാറല്ല. തയ്യാറാവില്ല. കാരണം സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് പോകുമ്പം ദണ്ണം എല്ലാവർക്കും ഉണ്ടാവും. ഏതായാലും ഞങ്ങളൊന്ന് തീരുമാനിച്ചു. ഞങ്ങൾക്ക് വേണ്ട ജോലിയാണ്, അല്ലാതെ പാർട്ടിയോ നേതാവോ ഒന്നുമല്ല. രാമേന്ദ്രൻ മൂലാളി കമ്പനി തുറക്കാൻ തയ്യാറാണെങ്കിൽ ജോലി ചെയ്യാൻ ഞങ്ങളും തയ്യാറാ. ഞങ്ങൾക്ക് ന്യായമായ കൂലി കിട്ടിയാൽ മതി. അങ്ങനെ വെറുതെ ഒന്നും സമ്മതിക്കണ്ട. ശമ്പളത്തിന്റെ കാര്യമൊക്കെ ഒരു ലേബർ ഓഫീസറുടെ മുമ്പിൽ വെച്ച് നമുക്ക് തീരുമാനിക്കാം. അതുമല്ല, ജോലിക്ക് കയറാൻ തയ്യാറാവുന്ന തൊഴിലാളികൾക്ക് കഴിഞ്ഞ 3 വർഷത്തെ ശമ്പളത്തിന്റെ 20% ഫ്രീ ആയിട്ട് തരാമെന്നും ഷേഖ് സമ്മതിച്ചിട്ടുണ്ട്. 20% എന്ന് പറയുന്നത് അത്ര കുറവൊന്നുമല്ല. അത് തന്നെ 6-7 ലക്ഷം രൂപ വരും. ഈ തുക നാളെ തന്നെ ഷേഖ് വിതരണം ചെയ്യും. മതി 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 മതി. തൽക്കാലം എല്ലാവരും പിരിഞ്ഞു പോയട്ടെ. നാളെ കാലത്ത് കാണാം. രാമേന്ദ്ര, നീ സത്യം പറയും. നിനക്ക് തലക്ക് നല്ല വെളിവില്ലേ? ഇങ്ങനെ വട്ട് കളിച്ച് ബാക്കിയുള്ളതിനെ കൂടി കൊലക്ക് കൊടുക്കാൻ എന്റെ ഉദ്ദേശം. 6-7 ലക്ഷം രൂപ എന്നൊക്കെ വെറുതെ പുല്ലുപോലെയല്ലേ പറയുന്നത്? നീ എന്താ വല്ല ബാങ്ക് കൊള്ളയടിക്കാൻ പരിപാടി ഇട്ടിട്ടുണ്ടോ? എന്തിനാടാ ബാങ്ക് കൊള്ളയടിക്കുന്നത്? ലോക ബാങ്ക് അല്ലേ നമ്മുടെ കൂടെ ഉള്ളത്. ദുബായിലെ സുൽത്താൻ ഷേഖ് അഹമ്മദ് ഗൽത്താൻ കോടികളുമായിട്ടല്ലേ കമ്പനി തുടങ്ങാൻ എത്തിയിരിക്കുന്നത്. 7 ലക്ഷം രൂപയൊക്കെ വെറും നിസ്സാരം. അതിവൻ നാളെ രാവിലെ കൊടുത്തോളൂ. എന്റെ ഈ കാശൊന്നുമില്ല ഏട്ടാ. അതൊക്കെ നാളെ രാവിലെ തൊഴിലാളികൾ വരുമ്പോ അവരോട് പറഞ്ഞാൽ മതി. അല്ല, അതല്ല ഞാനേ. മാറേ അടിമക്കന്നെ ഞാനേ. അതെ, ഒരു മനുഷ്യനെ ജീവനോടെ പിച്ച് കീറുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് നാളെ രാവിലെ കാണാൻ പോവാ. എന്റെ ഓട്ടത്തിന് ഇത്രയും കൂടെ സ്പീഡ് കിട്ടെങ്കിൽ ദൈവമേ ഓട്ട ഓടണത്. ഇനി ഇവിടെ തങ്ങുന്നതിലും നല്ലത് ശരിക്കും മൂന്നതാ. ഇവിടെ ഒരു അറബി വന്ന് താമസിക്കുന്നു കേട്ടല്ലോ. അയാൾ എവിടെ? അവിടെ ഉണ്ടായിരുന്നല്ലോ. അയാൾ എവിടെയെന്ന്? അല്ല, പറഞ്ഞ പോലെ ഷേഖ് അവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എല്ലാവരും സച്ച് ചെയ്യൂ. ഇത് തൊഴിലാളികൾക്ക് അരിയേഴ്സ് കൊടുക്കാൻ വേണ്ടി തന്നാണ്. ആര്? അറബി. സാറ് കേട്ടിട്ടില്ലേ? ഷെയ്ഖ് അഹമ്മദ് ഗൽത്താൻ. എന്നിട്ട് അയാളെവിടെ? അയാളെവിടെ? പണം വാങ്ങിയിട്ട് നിങ്ങൾ അയാളെ എന്ത് ചെയ്തു? സാർ അത് സത്യം പറഞ്ഞാൽ തടി കിടക്കാതെ പോകാം. ഈ പണം ആര് തന്നാ പറഞ്ഞത്? പറയടാ. ഷെയ്ഖ്. ഷെയ്ഖ് അവനെ കൊണ്ടാ. നീയാണോടാ ഇവന് ഈ പണം കൊടുത്തത്? അല്ല. സത്യം പറയടാ, എവിടുന്നാണ് ഇത് മോഷ്ടിച്ചത്? പറയടാ, നിന്നോടാ ചോദിച്ചത്. അങ്ങനെയൊന്നും ചോദിച്ചാ പറയില്ല സാറേ. ഇഞ്ച ചതയ്ക്കുന്ന പോലെ ചതച്ചാലേ ഇവന്മാർ സത്യം പറയൂ. പഠിച്ച കള്ളന്മാരാ. ഒരുത്തനെ അറബി വേഷം കെട്ടിച്ച്
നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചങ്ങ് പോകാമെന്ന് വിചാരിച്ചല്ലേ? ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് ഇന്നാട്ടിലെ പാവങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചുണ്ടാക്കിയ കാശായത്. കൃത്യസമയത്ത് ഈ കളയറബി എന്റെ കിട്ടിയില്ലായിരുന്നല്ലേ ഇവന്മാരിതും കൊണ്ട് മുങ്ങിയേനെ. യുവന്മാരെ കൊണ്ട് സത്യം പറയിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഹലോ സാർ, അവരൊന്നും ചെയ്യണ്ട. ഐ എം അർച്ചന നായർ, അർച്ചന മിൽസിന്റെ ഉടമസ്ഥ. രാമേന്ദ്രനെ ഈ പണം ഏൽപ്പിച്ചത് ഞാനാണ്. അർച്ചന മിൽസിലെ തൊഴിലാളികൾക്ക് അരിയേഴ്സ് കൊടുക്കാൻ വേണ്ടി. കമ്പനി റീഓപ്പൺ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും രാമേന്ദ്രനെയാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ഗതികേട് കൊണ്ട് കുറെ നുണകൾ പറയേണ്ടി വന്നിട്ടുണ്ട്. എല്ലാത്തിനും തലയൂരി എനിക്ക് എന്നെ ഇവിടം വിട്ട് പോകാമായിരുന്നു. പിന്നെയും ഞാനിവിടെ നിന്നതും ഈ നാടകം നടത്തിയതും ആരെയും വഞ്ചിക്കാനോ പറ്റിക്കാനോ അല്ല. അർച്ചന മിൽസിന്റെ മാനേജ്മെന്റും തൊഴിലാളികളും തമ്മിലുള്ള പിണക്കം തീർക്കാനും കമ്പനി വീണ്ടും തുറന്ന് പ്രവർത്തിപ്പിക്കാനും വേണ്ടിയാണ്. സാർ, ഞാൻ ഈ അറബി വേഷത്തിൽ ഇവിടെ വന്നത് രാമേന്ദ്രൻ പറഞ്ഞിട്ടൊന്നുമല്ല. തെറ്റ് മുഴുവൻ എന്റെ ഭാഗത്ത്. രാമേന്ദ്രൻ നിരപരാധിയാണ് സാർ. ഞാനിവരെ ജാമ്യത്തിലെടുക്കാനാ വന്നത്. പട്ടി എന്റെ കാശ് എന്നിട്ട് ഒരടി മുന്നോട്ട് വെച്ചാൽ മതി. ഞങ്ങളുടെ കാശ് ഇപ്പൊ തന്നെ കിട്ടണം. കുറെ നാളായല്ലോ കളിപ്പിൽ തുടങ്ങിയിട്ട്. ആരും ബഹളം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അർച്ചന മിൽസ് പറഞ്ഞ സമയത്ത് തന്നെ തുറക്കും. രാമേന്ദ്രൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. എല്ലാം പറഞ്ഞ പോലെ നടക്കും. മിസ്റ്റർ ജി കെ സാർ, ഉദ്ഘാടനത്തിന് സാറ് വരണം. ഇപ്പോഴേ ക്ഷണിച്ചിരിക്കുന്നു. വരട്ടെ സാർ. അങ്ങനെ നമ്മളെയൊക്കെ വഞ്ചിച്ചിട്ട് ഇവിടെ ആരും കമ്പനി തുറക്കണ്ട. ആരും പണിക്ക് കയറുകയില്ല. അഥവാ അവള് കൊടുക്കാമെന്ന് പറഞ്ഞ നക്കാപ്പിച്ച മുഖിച്ചാരെങ്കിലും കമ്പനിക്കകത്ത് കാലുകുത്തിയ ആ കരിങ്കാലികളെല്ലാം വെട്ടിയരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്നും കൂടി നേതാവ് വിശദീകരിക്കണം. തൊഴിലാളികൾ പട്ടിണിടന്ന് ചാകണോ? ഞാനും ഈ യൂണിയനിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയി. ഇതുവരെ തമ്മിൽ തല്ലാനും തല്ലിപ്പൊളിക്കാനും അല്ലാതെ പണി ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. പണിയെടുക്കാൻ തയ്യാറാവുന്നവരെ നേതാവ് തടയുന്ന എന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയണം. ഞാൻ ഒരു തിരുത്തൽവാദിയല്ല, അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക. നിർത്താ, നീയൊക്കെ എന്നുപോലാണ് എന്നെ ചോദിക്കാൻ തുടങ്ങിയത്? ഇനി മേൽ ഇതുപോലെ വല്ല സംസാരിച്ചാല് അന്ന് നിന്നെ യൂണിയനിൽ നിന്ന് പുറത്താക്കും. മനസ്സിലായില്ലേ? അധികം പാചകം അടിക്കാതെ ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. അതിന് നിന്റെ മറ്റവനെ നോക്കിയാൽ മതിയടാ പറയുന്നതൊക്കെ അനുസരിക്കാൻ. രാമപിള്ള, അതെ രാമപിള്ള തന്നെ. നീ പറഞ്ഞതും വിശ്വസിച്ച് തെരുവിലിറങ്ങിയവരാണ് ഞങ്ങൾ. ഞങ്ങൾ പട്ടിണി കിടന്ന് പൊറുതി മുട്ടിയപ്പോഴും കരിങ്കാലിപ്പണിക്ക് പോയിട്ടില്ല. മുണ്ടും മുറുക്കി കൊടുത്ത് നിന്റെ കൂടെ സമരത്തിൽ ഉറച്ചു വന്നു. അങ്ങനെയുള്ള ഞങ്ങളെ വഞ്ചിക്കാൻ ശ്രമിച്ച നീ പലപ്പോഴും പറയാറില്ലേ തൊഴിലാളികളുടെ ശക്തി, തൊഴിലാളികളുടെ ശക്തി. അതെന്താണെന്ന് നീ ശരിക്കും മനസ്സിലാക്കും. നോക്കി പേടിപ്പിക്കണ്ട. അർച്ചന നായരെ കിട്ടിയില്ലെങ്കിൽ വേറെ പെണ്ണ് കെട്ടണം. അതിന്റെ പേര് ഞങ്ങൾ എന്തിന് പട്ടിണി കിടണം? ഇനിയെങ്കിലും പണിയെടുത്ത് ജീവിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. നേതാവ് പോലും നേതാവ്. ആ നാറിക്ക് വേണ്ടി ഇത്രയും കാലം കീജെ വിളിച്ച് നടന്നതിലാണ് എനിക്ക് സങ്കടം. കഴിഞ്ഞ ബന്ധിന് നമ്മുടെ പാർട്ടിയിൽപ്പെട്ട 3 പേരെ വെട്ടിക്കൊന്നില്ലേ? അത് എതിർ പാർട്ടിക്കാരായിരുന്നില്ല. GK-യെ ചോദ്യം ചെയ്തതിനുള്ള ശിക്ഷയായിരുന്നത്. ഇതൊന്നും അയാളെ പേടിച്ച് ആരും പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പൊ രാമേന്ദ്രൻ വന്നതിന് ശേഷമാണ് എല്ലാവർക്കും ഒരു ധൈര്യം വന്നത്. എന്നാ രാമേന്ദ്രൻ വരേണ്ട തോന്നുന്നു. എന്താ എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ ഒന്നും ചെയ്യരുത്. എന്താ 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 എന്നെ ഒന്നും ചെയ്യല്ലേ. അടിക്കല്ലേ അടിക്കല്ലേ. അയ്യോ അയ്യോ അയ്യോ. പറഞ്ഞു. ഡോക്ടറെ കാണിക്കാം. നടക്കൂ.
നേതാക്കളെ കാണാൻ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയിരുന്നു. നേതാവ് കൂടി ഒന്ന് വിളിച്ചു പറഞ്ഞാൽ അങ്ങനെ ഒന്നും പറയാൻ പറ്റുമോ? എന്നാലും ചായ കുടിക്കും. യെസ് കമിൻ. നമസ്കാരം സാർ. പേഴ്സണലായിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഇവിടെ വെച്ച് 1 മിനിറ്റ് വരൂ. നാളെ നമ്മുടെ കമ്പനിയുടെ ഉദ്ഘാടനമാണ്. അപ്പോ കാണേണ്ടതുപോലെ ഒന്ന് കാണാനും തരാനുള്ളത് തരാനുമാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ പാരിതോഷികം ഒന്നും ഞാൻ കൈപ്പറ്റാറില്ല. ഇത് കൈപ്പറ്റാവുന്ന പാരിതോഷികമാണ്. ഒന്ന് പിടിച്ചേ. ഗുണ്ടായിസം തുടരാനാണ് ഉദ്ദേശമെങ്കിൽ ചോദിക്കാനും പറയാനും ഈ നാട്ടിൽ ആണുങ്ങളുണ്ടെന്ന് മനസ്സിലാക്കൂ. ഇത് വെറും ഒരു വാണിംഗ് മാത്രമാണ്. ഈ വിവരം പുറത്തു പറയണ്ട. സാറിന് തന്നെയാണ് അതിന്റെ കുറച്ചില്. ഞാൻ പറഞ്ഞ സാറ് മനസ്സിലായില്ലേ? വരട്ടെ, പോട്ടെ. പുള്ളിക്കാരൻ ഉദ്ഘാടനത്തിന് വരാമെന്ന് ഏറ്റിട്ടുണ്ട്. നിങ്ങളും വരണം. ഓ വരാം. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. ഇനി ഒന്നുകൊണ്ടും പേടിക്കാനില്ല. ഭൂരിഭാഗം തൊഴിലാളികളും നമ്മുടെ കൂടെയാണ്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ വളരെ ഭംഗിയായി നാളെ ഉദ്ഘാടനം നടക്കും. ഒരിക്കലും ഇതൊന്നും സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. മരണക്കിടക്കയിൽ വെച്ച് അച്ഛൻ ആവശ്യപ്പെട്ടത് എനിക്കിപ്പോ നിറവേറ്റാൻ കഴിഞ്ഞു. ഇതിനൊക്കെ രാമേന്ദ്രനോട് എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. നന്ദി പറയേണ്ടത് ഞാനാ, കമ്പനി തുറക്കാൻ അർച്ചന തീരുമാനിച്ചതിന്. ഇതിനൊക്കെ എനിക്ക് കഴിഞ്ഞത് രാമേന്ദ്രൻ കൂടെ നിന്നതുകൊണ്ടാ. ഇതേപോലെ എന്നും രാമേന്ദ്രൻ എന്റെ കൂടെ ഉണ്ടാവോ? അല്ലെങ്കിൽ ഞാൻ എന്തിനാ മഞ്ഞുള്ളത്? ഞാനെന്താ അവന്റെ ഡ്രൈവറോ? ഞാൻ കമ്പനിയിലോട്ട് ചെല്ലട്ടെ. അവിടെ ഉദ്ഘാടനത്തിന്റെ ഒരുക്കങ്ങളൊന്നും പൂർത്തിയായിട്ടില്ല. രാമേന്ദ്ര സൂക്ഷിക്കണം. ജിക്ക് ഇനി എന്ത് ചെയ്യാനും മടിക്കില്ല. എത്ര പണച്ചെലവ് വന്നാലും അത് കാര്യമാക്കണ്ട. നേരം വെളുക്കുമ്പോ അർച്ചന മിൽസിന്റെ ചാരം പോലും ഇവിടെ ബാക്കി ഉണ്ടാവരുത്. എല്ലാം ഞങ്ങൾ വേണ്ടതുപോലെ ചെയ്തോളാം സാർ. വരുമെന്നായിരുന്നു ഞങ്ങൾ ഇത്രയും നേരം അവിടെ കാത്തിരുന്നു. കാണാതായപ്പം കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്ന. ഉദ്ഘാടനത്തിന് സമയമായി, നമുക്ക് അങ്ങോട്ട് പോവാം. ഉദ്ഘാടനത്തിനൊക്കെ വരാൻ ഞാനാരാ? അങ്ങനൊന്നും പറയരുത്. നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മറക്കല്ല. പ്രശ്നം ഈ നാട്ടിലൊരു നല്ല കാര്യം നടക്കുമ്പോൾ നമ്മൾ എല്ലാവരും സഹകരിക്കണ്ടേ? കമ്പനിയുടെ ഉദ്ഘാടനം ജിക്ക് തന്നെ നടത്തണമെന്നാ ഞങ്ങളുടെ ഒക്കെ ആഗ്രഹം. ഞാൻ എതിരൊന്നും പറയരുത്. ജിക്ക് തന്നെ ഉദ്ഘാടനം ഏറ്റെടുക്കാം. അല്ല, നമുക്ക് അങ്ങോട്ട് പോവാം. എല്ലാവരും ജിക്കെ പ്രതീക്ഷ അവിടെ വരുന്നില്ല.
ഡോർ അടയ്ക്കും ഇറങ്ങണം. ഫാക്ടറിയിൽ എല്ലായിടത്തും ബോംബ് വെച്ചിട്ടുണ്ട്. സ്വിച്ചിട്ടാ എല്ലാം പൊട്ടിത്തെറിക്കും. ഇനി വൈകിക്കണ്ട. സമാരംഭിക്കുകയായി. നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ സ്വപ്നമായ അർച്ചന മിൽസിന്റെ ഉദ്ഘാടനം നമ്മുടെ പ്രിയങ്കരനായ നേതാവ് GK അവർകൾ സ്വിച്ച് ഓൺ നടത്തി നിർവഹിക്കുന്നതാണ്. ഐശ്വര്യത്തോടെ സ്വിച്ച് ഓൺ ചെയ്യണം സർ. ആരെയൊക്കെ തല്ലി ഓടിച്ചാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും അർച്ചന മിൽസ് ഞാൻ തുറക്കും. എന്ത് ത്യാഗം സഹിച്ചു. ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. എഴുന്നേൽക്കണം നേതാവേ. ബോംബ് പൊട്ടിത്തെറിച്ച് എല്ലാം തകർന്നു വീഴുമെന്ന് വിചാരിച്ചല്ലേ? സ്വന്തം ജീവൻ കളഞ്ഞും ഈ ഫാക്ടറി തകർക്കാനാ താനിപ്പോ ശ്രമിച്ചത്. ഇനി താനെന്നല്ല, ലോകത്താര് വിചാരിച്ചാലും ഇത് തകർക്കാൻ കഴിയില്ല. ഇപ്പൊ താൻ പ്രവർത്തിപ്പിച്ച ആ യന്ത്രങ്ങളുണ്ടല്ലോ, ഒരിക്കലും നിലയ്ക്കാതെ നോക്കാൻ ഇവിടെ ഞങ്ങളുണ്ട്. തന്നെ പോലുള്ളവരെ ശരിക്കും മനസ്സിലാക്കിയ ഇവിടുത്തെ തൊഴിലാളികളുണ്ട്.
താൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ച ബോംബുകളൊക്കെ ഇപ്പൊ നിർവീര്യമാക്കി പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടുണ്ട്. ഇനിയും ആവശ്യമുണ്ടെങ്കിൽ അവിടെ ചെന്ന് വാങ്ങിച്ചോളണം. ആ രാമേന്ദ്ര, ഈ ജീപ്പ് വന്നു. വരണം സർ. പോ പോ. ഉദ്ഘാടനമെല്ലാം വളരെ ഭംഗിയായി ഇദ്ദേഹം നിർവഹിച്ചു. ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദിയുണ്ട് സർ. നന്ദി പറയേണ്ടത് ഞാനാ. ഒരു വലിയ ക്രിമിനലിനെയാ എല്ലാ തെളിവുകളോടും കൂടി നിങ്ങൾ പിടിച്ചു വന്നിരിക്കുന്നത്. നിങ്ങൾക്കറ നിക്ക്. ഇനി ഈ ബൊക്കെ സ്വീകരിക്കാനുള്ള അർഹത രാമേന്ദ്രനാണ് ഉള്ളത്.